ഹലോ കൂട്ടുകാരെ, ഏവർക്കും JB ജോബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൻ്റെ ജോബ് വേക്കൻസി ലിസ്റ്റുമായിട്ടാണ്. നിങ്ങൾ ദയവായിട്ടൊരു ലൈക്ക് ഇപ്പം തന്നെ തന്നാൽ വലിയ ഉപകാരമായിരിക്കും. പിന്നെ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. കൂടാതെ തന്നെ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട്. ഈ യൂട്യൂബ് ചാനലിൽ തന്നെ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട്. അതിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വരാത്ത വേക്കൻസികളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാനോ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിലോ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സപ്പിൽ. അപ്പം നമുക്ക് ഡയറക്റ്റ്ലി ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൻ്റെ ജോബ് വേക്കൻസി ലിസ്റ്റിലേക്ക് കടക്കാം. നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ കൂട്ടുകാരെ, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക. നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം. ആദ്യത്തെ വേക്കൻസി ആണെങ്കിൽ PVR ഇനോക്സിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. സർവീസ് അസോസിയേറ്റിൻ്റെ വേക്കൻസിയാണ്. ഇത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ് PVRൽ വന്നിരിക്കുന്ന വേക്കൻസി. പിന്നെ ട്രിവാൻഡ്രം റീജിയനിലാണ്. പിന്നെ അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ, ഇനി ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കുറച്ച് കൂടുതൽ മുൻഗണനയായിരിക്കും. ഫ്രഷേഴ്സിനും ഇത് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1-2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കുറച്ചുകൂടെ കൂടുതൽ ജോബിന് മുൻഗണന കിട്ടുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ സാലറി ആണെങ്കിൽ 16,000 രൂപയ്ക്ക് മുകളിലോട്ടാണ്. പ്ലസ് ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വയസ്സ് പറഞ്ഞിരിക്കുന്നത് 26 വയസ്സിന് താഴെ ആയിരിക്കണം എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ വേക്കൻസി ഉള്ളൂ. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മെയിൽ അയയ്ക്കുക. ഞാൻ താഴെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂമ് അയയ്ക്കുക. അതിന് മുമ്പേ ഒരു സബ്ജക്റ്റായിട്ട് നിങ്ങളുടെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ PVR ഇനോക്സ് സർവീസ് അസോസിയേറ്റ് എന്ന് കൊടുത്തിട്ട് വേണം നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റെസ്യൂം അയച്ചു കൊടുക്കുക. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം. അടുത്ത വേക്കൻസി ആണെങ്കിൽ അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസിയാണ്. ഇതൊരു ഫാർമസിയിലേക്കാണ്. ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് BCom ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ട്രിവാൻഡ്രത്ത് തൈക്കാട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ വേക്കൻസി നിലവിൽ വന്നിട്ടുള്ളത്. പിന്നെ ടാലി കമ്പൾസറി ആയിട്ടും അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ വേക്കൻസി ഉള്ളൂ, മെയിൽ കാൻഡിഡേറ്റ്സിനില്ല. സാലറി ആണെങ്കിൽ 13,000 രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത്. ഈ തൈക്കാടിനടുത്തുള്ള ആൾക്കാർ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ദൂരത്തുള്ളവരൊന്നും അപ്ലൈ ചെയ്യേണ്ട. അപ്പം താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയച്ചു കൊടുക്കുക. അതിനുശേഷമാണെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ബജാജിലേക്കാണ്. ബജാജിൻ്റെ EMI ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അതിൻ്റെ കൗണ്ടർ സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ്. ഇതൊരു ബ്രാൻഡഡ് ഷോറൂമിലേക്കാണ് ഈ കൗണ്ടർ സ്റ്റാഫിനെ ആവശ്യമായിട്ടുള്ളത്. അതായത് EMI ഒക്കെ എന്തെങ്കിലും ഇപ്പോൾ ഇലക്ട്രോണിക് ഐറ്റംസ് ആണെങ്കിലും മൊബൈൽ ആണെങ്കിലും അതിനൊക്കെ EMI ചെയ്യുമല്ലോ, ആ സെയിം ജോബാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതിന് ഫീൽഡ് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. സാലറി ആണെങ്കിൽ 22,000 രൂപയ്ക്ക് മുകളിലോട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏജ് ലിമിറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റിൻ്റെ ഷോറൂമിലേക്കാണ് ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഇത് ആണെന്നുണ്ടെങ്കിൽ സെയിൽസ് സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഇത് അപ്ലൈ ചെയ്യാം. സാലറി ആണെങ്കിൽ 15,000 രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത്. വേക്കൻസി ആണെങ്കിൽ നിലവിലിപ്പം 5 വേക്കൻസീസ് ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം. അടുത്ത വേക്കൻസി ആണെങ്കിൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ സെയിൽസ് മാനേജറിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ട്രിവാൻഡ്രത്താണെങ്കിൽ 4 വേക്കൻസി ഉണ്ട്. ട്രിവാൻഡ്രത്ത് മാത്രമല്ല, കൊല്ലത്ത് 2 വേക്കൻസിയും കൂടെ നിലവിലിപ്പോൾ ഉണ്ട്. ഡിഗ്രി ക്വാളിഫിക്കേഷനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഏജ് ആണെങ്കിൽ 35 വയസ്സിന് താഴെ ആയിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെയിൽസ് എക്സ്പീരിയൻസ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ സാലറി ആണെങ്കിൽ 24,000 രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത്. എക്സ്പീരിയൻസ് ഒക്കെ കൂടുതലുള്ളവർക്ക് ഇതിലും കൂടുതൽ സാലറി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ ഉള്ളൂ, ഫീമെയിൽ കാൻഡിഡേറ്റ്സിനില്ല. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയച്ചു കൊടുക്കുക. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബയോഡേറ്റ അയച്ചു കൊടുക്കുക. അവർ പിന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം.
അടുത്ത വേക്കൻസി ആണെങ്കിൽ റിസപ്ഷനിസ്റ്റിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇത് ഡിഗ്രി മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ്. സ്ഥലമാണെങ്കിൽ ട്രിവാൻഡ്രത്ത് സ്റ്റാച്യു ജംഗ്ഷനിലാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത്. സാലറി ആണെങ്കിൽ 10,000 രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത്. എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് കൂടുതൽ സാലറി കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ലൊക്കാലിറ്റിയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്കാണ്. അടുത്ത വേക്കൻസി ആണെങ്കിൽ ട്രിവാൻഡ്രത്ത് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ലാബിലേക്കാണ്. ലാബ് ടെക്നീഷ്യനെയാണ് ആവശ്യമായിട്ടുള്ളത്. ഒരുപാട് പേര് ആവശ്യപ്പെട്ട വേക്കൻസിയാണ് ലാബ് ടെക്നീഷ്യൻ്റെ. അപ്പോൾ ഇത് DMLT കഴിഞ്ഞ സ്ത്രീകൾക്കാണ് ഈ വേക്കൻസി ഉള്ളത്, പുരുഷന്മാർക്കില്ല. പിന്നെ മുൻപരിചയം കാര്യങ്ങൾ നിർബന്ധമില്ല, എക്സ്പീരിയൻസ് വേണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ജോലി ടൈമിംഗ് ആണെന്നുണ്ടെങ്കിൽ രാവിലെ 7 തൊട്ട് വൈകിട്ട് 5 മണി വരെയും 9 മണി തൊട്ട് രാവിലെ 9 തൊട്ട് വൈകിട്ട് 6 വരെയും ഈ 2 ടൈമിങ്ങിലുള്ളതാണ്. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സാലറി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് 18,000 രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്കാണ്. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് കഴക്കൂട്ടൽ ലൊക്കേഷനിലാണ്. അവിടെ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കാണ്. പ്രൈമറി ടീച്ചറിനെയാണ് ജോലിക്ക് ആവശ്യമായിട്ടുള്ളത്. പ്രൈമറി ടീച്ചർമാരുടെ വേക്കൻസിയൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള വേക്കൻസിയാണ്. സാലറി ആണെങ്കിൽ 12,000 രൂപ തൊട്ട് 15,000 രൂപ വരെയാണ് സാലറി പറഞ്ഞിരിക്കുന്നത്. പിന്നെ ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ 9 തൊട്ട് വൈകിട്ട് 5 വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്കാണ്. അടുത്ത വേക്കൻസി ആണെങ്കിൽ ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടത്തെ ഭാഗത്ത് സ്കൂളിലേക്കാണ്. 2 ലേഡി ആയമാരെ ആവശ്യമുണ്ട്. അപ്പം സാലറി ആണെങ്കിൽ 8,500 രൂപ തൊട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 8,500 രൂപയ്ക്ക് മുകളിലോട്ടാണ്, 9,000 ആ റേഞ്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞായർ അവധിയാണ്. ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ 7 തൊട്ട് വൈകിട്ട് 4 മണി വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത്. പ്രായം പറഞ്ഞിരിക്കുന്നത് 40 വയസ്സിന് താഴെ ആയിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ SSLC മസ്റ്റ് പാസ് ആയിരിക്കണമെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക്. അടുത്ത വേക്കൻസി ആണെങ്കിൽ IDFCയുടെ EMIയിലേക്കാണ്. EMIയുടെ ഓഫീസ് കൗണ്ടർ സ്റ്റാഫിനെയാണ് ആവശ്യമായിട്ടുള്ളത്. ഇതൊരു ബ്രാൻഡഡ് ഷോറൂമിലേക്കാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ബജാജിൻ്റെ EMI ചെയ്യുന്ന പോലെ തന്നെയുള്ളതാണ് IDFCയുടെയും EMIയുടെ ഈ ജോബ് എന്ന് പറയുന്നത്, കൗണ്ടർ സ്റ്റാഫ് എന്ന് പറയുന്നത്. സാലറി ആണെങ്കിൽ 15,000 രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ഫീമെയിൽ കാൻഡിഡേറ്റ്സിനില്ല. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് +2 ആണ് ക്വാളിഫിക്കേഷൻ മിനിമം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇന്നത്തെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൻ്റെ വേക്കൻസീസ് ഇത്രയേ ഉള്ളൂ. ഞാൻ ഉടനെ തന്നെ പുതിയ വേക്കൻസി ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്തെങ്കിലും സ്പെസിഫിക് ജോലി അല്ലെങ്കിൽ സ്പെസിഫിക് ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. കൂടാതെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ബ്രോഡ്കാസ്റ്റ് ചാനൽ ഉണ്ട്. അതായത് ഈ യൂട്യൂബിൻ്റെ തന്നെയാണ് ബ്രോഡ്കാസ്റ്റ് ചാനൽ വാട്സപ്പ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ ഈ വീഡിയോ വരാത്ത വേക്കൻസികളൊക്കെ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ എൻക്വയറീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ താഴെ നമ്പർ തന്നിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അതിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വാട്സപ്പ് ത്രൂ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൾ ചെയ്യരുത്, ഒരുപാട് പേര് കോൾ ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യരുത്. വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. നിങ്ങൾ ദയവ് ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.